നമുക്ക് തൃശ്ശൂരിന്റെ സാഹചര്യങ്ങളിലേക്ക് ഒന്ന് പോകണം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, തൃശ്ശൂരിൽ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് LDFന് ഈ വലിയ തരംഗത്തിനിടയിലും പിടിച്ചു നിൽക്കാൻ സഹായിച്ച ഒരു ജില്ല. 9 സീറ്റുകളിൽ അവിടെ അവർക്ക് വിജയം കാണാൻ സാധിച്ചു. അതിൽ മണലൂരിലെ TN പ്രതാപന്റെ പരാജയമൊക്കെ അപ്രതീക്ഷിതമായിരുന്നു. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കരുതിയിരുന്ന പത്മജ വേണുഗോപാൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. വോട്ടെണ്ണം കാര്യമായി കുറയുന്നു. LDFന് ഒന്ന് ആശ്വസിക്കാവുന്ന ജില്ലയായി തൃശ്ശൂർ തുടരുന്നത് അത് ഏത് സാഹചര്യത്തിലാണ് കാണേണ്ടത്? രഞ്ജിത്ത്, എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു പത്മജ വേണുഗോപാൽ പ്രചാരണത്തിലുടനീളം തൃശ്ശൂരിലെത്തിയത്. പക്ഷേ വലിയൊരു തിരിച്ചടി, അവിടെ 3ാം സ്ഥാനത്ത് പോയി എന്ന് പറയുമ്പോൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്, BJPയെ സംബന്ധിച്ച വലിയ തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി MP ജയിച്ചു കയറിയ മണ്ഡലം എന്നുള്ള ഒരു സാഹചര്യത്തിൽ കൂടി നിൽക്കുമ്പോൾ പത്മജ വേണുഗോപാലിന്റെ തോൽവിയെ BJP വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റൊന്ന്, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ TN പ്രതാപന്റെ കാര്യമാണ്. TN പ്രതാപൻ അവസാന നിമിഷം വരെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. MLA ആകുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ വാഹനത്തിലുൾപ്പെടെ MLA ബോർഡ് വെച്ച് ഇറക്കേണ്ട ഒരു സാഹചര്യം വരെ എത്തിയിരുന്നു. പക്ഷെ അവസാന നിമിഷമാണ് അവിടെ വലിയൊരു തിരിച്ചടി TN പ്രതാപന് നേരിടേണ്ടി വന്നത്. പിന്നീട് ഇതിന്റെ കണക്കുകൾ വന്നപ്പോൾ TN പ്രതാപന് C രവീന്ദ്രനാഥിന് 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചു കയറിയത്. പക്ഷേ പ്രതാപന്റെ ഒരു അപരൻ അവിടെ ഉണ്ടായിരുന്നു. അപരൻ നേടിയത് 184 വോട്ടാണ്. അത് തന്നെ TN പ്രതാപനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി, അല്ലെങ്കിൽ തോൽവിക്ക് വലിയൊരു കാരണമായി എന്ന് നമുക്ക് കണക്കാക്കാം. 126 വോട്ടുകൾക്ക് TN പ്രതാപൻ തോറ്റപ്പോൾ TN പ്രതാപന്റെ അപരൻ 184 വോട്ടുകളാണ് അവിടെ നേടിയത്, മണലൂരിൽ നേടിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.